ഹലോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നല്ലോ, അതായത് വാട്ട് ആർ ദ വീഡിയോസ് യുഡ് ലൈക്ക് ടു സീ, പറയൂ, പറ്റുന്നതാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദർ വാസ് ദിസ് വൺ കോമെന്റ്. ഐ ഹാഡ് റിപ്ലൈഡ് ടു ദാറ്റ് കോമെന്റ് ഓൾസോ. ഐ ഡോണ്ട് റിമെമ്പർ ദി എക്സാക്ട് വേർഡ്സ്, പക്ഷേ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് സ്കൂൾ ടൈമിലെ മെമ്മറി ബാഗ് അല്ലെങ്കിൽ മെമ്മറി ബോക്സ് അപ്പോൾ കിട്ടിയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഐ റിപ്ലൈഡ് ടു ദ കോമെന്റ് ഓൾസോ. ബിക്കോസ് എനിക്ക് ആക്ച്വലി അങ്ങനെ ഞാൻ വളരെ സൂക്ഷിച്ച് വാല്യൂ ചെയ്ത് ഞാൻ പണ്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് സേഫ് ഗാർഡ് ചെയ്ത് വെച്ച ഒരു ബാഗ് ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ വിൽ പ്രോബബ്ലി ഷോ ഇറ്റ്. മേ ബി സം ഓഫ് യു മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ടു സീ ഇറ്റ്. ഇനി നിങ്ങൾക്ക് ആർക്കും അത് കാണാൻ താല്പര്യമില്ലെങ്കിലും ഇറ്റ് വുഡ് ബി എ ഗുഡ് ഡോക്യുമെൻറ്റേഷൻ ഫോർ മീ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് ഒക്കെ തൊട്ട് സൂക്ഷിച്ച് വെച്ച കുറേ സാധനങ്ങളാണ്. ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് സംഭവങ്ങൾ, സാധനങ്ങൾ, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ചിലപ്പോൾ എൻ്റെ അമ്മയുടെ നിന്നായിരിക്കും എനിക്ക് ആ സ്വഭാവം കിട്ടിയത്. ബിക്കോസ് ഐ നോ ദറ്റ് ഇഫ് യു നോ യു നോ. സോ എനിക്ക് കൊച്ചിലെ തൊട്ടേ എനിക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇറ്റ്സ് വെരി പ്രഷ്യസ് ഫോർ മീ. ഈ ഓൾഡ് തിങ്സ്, ഐ മീൻ വെൻ ഐ വാസ് എ ചൈൽഡ് ഇറ്റ് സെൽഫ്, എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരാളൊരു സാധനം തരുമ്പം അന്നേ ഐ ന്യൂ ദറ്റ് ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇറ്റ് വുഡ് ബി സംതിങ് വെരി വാല്യൂബിൾ ടു മീ. ഐ കൈൻഡ് ഓഫ് ജസ്റ്റ് ന്യൂ ആസ് എ ചൈൽഡ് ഇറ്റ് സെൽഫ്. സോ ഐ യൂസ് ടു കീപ് എവറിത്തിങ് വെരി സൂക്ഷിച്ച് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ കളക്ഷനാണ്. അതായത് ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 12th സ്റ്റാൻഡേർഡ് വരെ. അത് ഞാൻ പണ്ട് എവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അറ്റ് ഏതോ ഒരു പോയിന്റ്, വെയിറ്റ് ലെറ്റ് മീ ജസ്റ്റ് ഷോ ഇറ്റ് ടു യു. ഇതാണ് എൻ്റെ വെരി വാല്യുബിൾ ബാഗ് ഓഫ് മെമ്മറീസ്. സോ യാ, ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഫസ്റ്റ്, ഫണ്ണിലി ഇത് സ്കൂളിൻ്റെ മെമ്മറി അല്ല, ഇത് ഹൻസിക്കയുടെ ഒരു സാധനമാണ്. വെൽക്കം 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 അഹാന. ഞാൻ പണ്ട് ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് ഈച്ച് ടൈം ഐ വുഡ് കം ബാക്ക്, ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവളിങ്ങനെ വീട്ടിൻ്റെ വെളിയിൽ വന്ന് ഈ ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കും. ആൻഡ് ഇറ്റ് വാസ് സോ ക്യൂട്ട്. അവളിങ്ങനെ, ആക്ച്വലി ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുവിധം ആരെവിടെയെങ്കിലും, ഇപ്പം ഞാനും അച്ഛനും ആയിരിക്കും ആ സമയത്ത് എവിടെന്നെങ്കിലും ദൂരെ പോയിട്ട് വരുന്നത്. So she would very cutely come and like wait outside the house with this board and she'll be like jumping. So yeah, ഇത് ഹൻസിക്കയുടെ ഒരു ബോർഡ്, ഐ മീൻ ക്രിയേറ്റിവിറ്റി ആണ്, which is I think very cute. Okay, next thing. ഇതെൻ്റെ ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് വാളറ്റാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ വാളറ്റായിരുന്നു. It's empty, there's nothing in it. ഇത് സ്റ്റൈൽ പ്ലസ് വാങ്ങിച്ചതല്ലേ? സ്റ്റൈൽ പ്ലസ് വാങ്ങിച്ചൊരു cute wallet. Okay, this is my English notebook. ഇത് 10B, ഞാൻ 10th പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ ഇംഗ്ലീഷ് നോട്ട്ബുക്കാണ്. സോ ഇംഗ്ലീഷ് വാസ് ഓൾവേസ് എ സബ്ജക്റ്റ് ഐ വാസ് വെരി ഫോണ്ട് ഓഫ്. ബട്ട് മോർ ദൻ ദാറ്റ് എനിക്ക് നന്നായിട്ട് നോട്ട്സ് എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ റോട്ട് മൈ നോട്ട്സ് വിത്ത് ലൈക്ക് അബ്സല്യൂട്ട് പെർഫെക്ഷൻ. ഇൻഫാക്ട് എൻ്റെ നോട്ട്സ് ഒത്തിരി കുട്ടികൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാറുണ്ടായിരുന്നു എക്സാമിന് മുമ്പ്. കാരണം ഞാൻ ടീച്ചർ പഠിപ്പിക്കുമ്പം അത്ര ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പം ഇത് ഏത് ബുക്കാണ്? ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ ഒരു ഡ്രാമ. സോ ദർ വിൽ ബി വൺ പാരഗ്രാഫ് വിച്ച് ഇസ് ഇൻ ഷേക്സ്പിയറിൻ ലാംഗ്വേജ്. അതിൻ്റെ സിമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് പെന്നിൽ എഴുതും, ഇത് പെൻസിലിൽ എഴുതും. ദാറ്റ്സ് ഹൗ മൈ എൻറ്റയർ ബുക്ക് ഹാസ് ബിൻ. അപ്പം ഞാൻ ഇംഗ്ലീഷ് നോട്ട്സാണ് ഭയങ്കര സിൻസിയറായിട്ട് എഴുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നോട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഓക്കെ, ദിസ് ഈസ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ആച്ചീസ് ഇപ്പം പണ്ടത്തെ അത്രയും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ആച്ചീസിൽ യു യൂസ് ടു ഗെറ്റ് എ മന്ത്ലി പ്ലാനർ. സോ ദിസ് ഈസ് ഓഫ് ദി ഇയർ 2012. അപ്പം ഞാൻ 11th കഴിയുന്ന സമയത്ത് 12th പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. എമർജൻസി കോൺടാക്ട് പേഴ്സൺ മോമി, അമ്മയുടെ അന്നത്തെ നമ്പറും. ഇയറിൽ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം ആനുവൽ ഡേ, January 6th പാസിംഗ് ഓഫ് ദ കളേഴ്സ്, January 5th ഫൗണ്ടേഴ്സ് ഡേ. ഇറ്റ്സ് എ ക്യൂട്ട് ബുക്ക്. ഓക്കെ, ബാക്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ബർത്ത്ഡേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ക്യൂട്ട്. അടുത്തത് എന്താണ്? ഓക്കെ, ദിസ് വാസ്
ഈ സ്കൂള് വിട്ട് വരുമ്പോൾ നമ്മൾ മറ്റേ സ്ലാം ബുക്ക് പോലെ എഴുതുമല്ലോ. അപ്പോൾ ദിസ് വാസ് സംതിങ് ഐ ബോട്ട് ഫോർ ദ ടീച്ചേഴ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടീച്ചേഴ്സ്, എല്ലാ ടീച്ചറിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, കാരണം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സ്കൂളാണ് മേടിച്ചത്. കുറച്ച് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം. ഇതിൻ്റെ ബിഗിനിങ്ങിൽ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. ഇവിടെ ഞാൻ ഗ്ലിറ്റർ വെച്ചാണ് എൻ്റെ പേര് എഴുതിയത്, അതങ്ങ് ഒട്ടിപ്പിടിച്ച്. ഓക്കെ, എൻ്റെ ഫേവററ്റ് ടീച്ചറാണ് അനിത കൃഷ്ണൻ എന്ന് പറയുന്ന ടീച്ചർ. ചില സ്കൂളുകളിൽ ചില ടീച്ചേഴ്സ് കാണത്തില്ല, ലൈക്ക് ദിൽ നോട്ട് ബി ഓവർലി സ്ട്രിക്റ്റ്. ഇപ്പം ചില സ്കൂൾസിലൊക്കെ ചില കുറച്ച് ചൊറിയായിട്ടുള്ള ടീച്ചേഴ്സ് കാണത്തില്ല, യുനോ, ലൈക്ക് ദിൽ ജസ്റ്റ് ബി എ ബിറ്റ് സാഡിസ്റ്റിക്. ചിലപ്പം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളും അവർ നല്ല കമ്പനി ആകാം, പക്ഷെ ചില ടീച്ചേഴ്സ് ഭയങ്കര സാഡിസ്റ്റിക് ആയിരിക്കും. ബട്ട് ദെൻ ദർ വിൽ ബി ദിസ് ഫ്യൂ ടീച്ചേഴ്സ്, അത് പ്രൈമറിലി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും പലപ്പോഴും. they'll just mind their own business. They'll come, they'll teach. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ചോദിക്കും, എക്സാം എഴുതി കഴിയുമ്പോൾ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യും തരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഓവറായിട്ട് പിള്ളേരുടെ കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ഇറിറ്റേറ്റിംഗ് ചിൽഡ്രൻ, സ്കോൾഡിങ് ചിൽഡ്രൻ ഫോർ ദിസ് ദിസ്, അതൊന്നും ഇല്ലാത്ത ഒരു സെറ്റ് ടീച്ചേഴ്സാണ്. എൻ്റെ സ്കൂളിലും അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഫേവററ്റ് ടീച്ചറാണ് അനിത കൃഷ്ണൻ ടീച്ചർ. ഇപ്പം എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, വി ആർ വെരി ക്ലോസ്. ലൈക്ക് നമ്മളിപ്പോഴും ഇപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ഇതുപോലെയല്ല, പണ്ടെങ്ങാണ്ടോ ടീച്ചറിന് വിളിച്ചു പോയതുകൊണ്ട് ഇപ്പോഴും ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും ഇപ്പം നമ്മൾ സുലു ആൻറ്റി, ഹസീന ആൻറ്റീനെയൊക്കെ പോലത്തെ അങ്ങനെ എനിക്ക് ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഫ്രണ്ട് പോലത്തെ ഒരു വൈബാണ്. ഭയങ്കര കൂളാണ് അനിത കൃഷ്ണൻ ടീച്ചർ. സോ ഇത് അനിത കൃഷ്ണൻ ടീച്ചർ എൻ്റെ ഫേവററ്റ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഐ ടുക്ക് ദ ബുക്ക് ടു ഹർ. സോ ഫസ്റ്റ് പേജിൽ പുള്ളിക്കാരിയാണ് എഴുതിയിരിക്കുന്നത്. ഓ, ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, ലൈക്ക് ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ. അതേപോലെ ഷീ ഗോട്ട് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ പറയാം, പാർവതി എന്ന് പറഞ്ഞ ടീച്ചർ എഴുതിയൊരു നോട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ഓക്കെ, ഇതായിരുന്നു പാർവതി ടീച്ചർ എഴുതിയത്. ഷീ റോട്ട്, ഡിയറസ്റ്റ് അഹാന, ബോൺ ടു എൻ്റർടൈൻ, സച്ച് എ ക്വാളിറ്റി ഈസ് ഗോഡ് ഗിഫ്റ്റഡ്. അത് അന്ന് എനിക്ക് ഐ ജസ്റ്റ് ഫെൽറ്റ് വെരി സ്പെഷ്യൽ വെൻ ഷീ റോട്ട് ഇറ്റ്. ആൻഡ് ലൈക്ക് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു, നമുക്ക് ചിലർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. സോ വെൻ മൈ ടീച്ചർ ആക്ച്വലി റോട്ട് സംതിങ് കോൾഡ് ബോൺ ടു എൻ്റർടൈൻ, I don't know, like today it makes so much more sense because yeah, I can relate to it. കാരണം I do work in the entertainment industry. പക്ഷെ അന്ന് എനിക്ക് അങ്ങനത്തെ പ്ലാൻ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി അന്ന് അങ്ങനെ അത് കണ്ട് എഴുതിയത് meant so much to me then, and I think it just means so much more. Again, പാർവതി ടീച്ചർ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നു. She was also one of those teachers who just, ഒരു കുട്ടിക്ക് പോലും ആ ടീച്ചറിനോട് ഒരു ഇഷ്ടക്കുറവോ, ഒരു കുട്ടിയെ പോലും ആ ടീച്ചർ വിഷമിപ്പിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെ ഒരു ഹിസ്റ്ററിയെ കാണത്തില്ല. ബിക്കോസ് ഷീ വാസ് സോ പൊളൈറ്റ്, സോ നൈസ്, ഷീ വുഡ് ടീച്ച്, she was loving, and she would mind her own business. Yeah. So yeah, this is that book. Yeah. അടുത്തത് ജോഗ്രഫി പ്രോജക്റ്റ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. സോ 8th സ്റ്റാൻഡേർഡിൽ ആക്ച്വലി എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറായ അനിത കൃഷ്ണൻ ടീച്ചറാണ് എന്നെ ജോഗ്രഫി പഠിപ്പിച്ചത്. ബിക്കോസ് ദർ വാസ് നത്തിങ് ടെക്നിക്കൽ അബൌട്ട് ഇറ്റ്. അപ്പോഴാണ് എന്നെ ആദ്യമായിട്ട് അനിത കൃഷ്ണൻ ടീച്ചർ പഠിപ്പിച്ചത്. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് 8th പഠിക്കുമ്പോൾ വി ഹാഡ് എ സ്റ്റഡി ടൂർ ടു എ റബ്ബർ പ്ലാന്റേഷൻ. ഇറ്റ് വാസ് കോൾഡ് സം മക്കി എസ്റ്റേറ്റ് ഓർ സംതിങ്. കറക്റ്റ്, ദേ മക്കി എസ്റ്റേറ്റ്. ഇറ്റ് വാസ് എ റബ്ബർ എസ്റ്റേറ്റിലേക്കുള്ളൊരു വിസിറ്റ്. നമ്മൾ അവിടെ പോയി റബ്ബർ എസ്റ്റേറ്റിനെയും മറ്റേ റബ്ബർ ലാറ്റക്സ് ബീങ് കളക്റ്റഡ് ഇൻ കണ്ടെയ്നർ ആഫ്റ്റർ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എഴുതിയ ഒരു ട്രിപ്പായിരുന്നു. നമ്മൾ പിക്നിക് അല്ലാതെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്. ഇതന്ന് നമ്മുടെ കൂടെ വന്ന ടീച്ചേഴ്സ്. പാവം, ഈ ടീച്ചർ മരിച്ചുപോയി, ഐറീൻ. പാവമായിരുന്നു. മീ നിയർ ദ സ്ട്രീം ഇൻ മക്കി എസ്റ്റേറ്റ്. എന്താണ് കൺക്ലൂഷനിൽ എഴുതിയിരിക്കുന്നത്? Our study was truly enjoyable and of great educational value. There was a stream in Maki Estate where we spent nearly half of the time playing. ഞാൻ ഭയങ്കര ഓവറായിരുന്നു കേട്ടോ പണ്ടേ. Okay, so that was my geography project. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുകയായിരിക്കും അക്കാഡമിക്സിനോട് എന്തുമാത്രം താല്പര്യമുള്ള ഒരു കുട്ടിയാണ് അഹാന എന്ന്. Oh my God, what is this? The mix. Okay. യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി റിയ വെസ്റ്റേൺ റൂബി ഹൗസ് ഒറിജിനൽ CD. നമ്മൾ ഡാൻസ് കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇതിടത്തില്ല, CD കൊടുക്കത്തില്ല. അതിന് വേണ്ടി ഉണ്ടാക്കിയ CDയുടെ സെക്കൻഡ് കോപ്പി ആയിരുന്നിരിക്കാം. അത് ഞാൻ എന്തോ കാരണത്തിന് സൂക്ഷിച്ചു വെച്ചിരുന്നു. സോ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പാട്ടിൻ്റെ CD. Okay, this is a sash. Oh shit. Oh, ഈ glitter. Okay, this is actually a very special sash. Miss Laughfest 2012. ഞാൻ 12th പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ലോയള സ്കൂളിൽ ഒരു ബിഗ് ഫെസ്റ്റ് ആയിരുന്നു ലാ ഫെസ്റ്റ് എന്ന് പറയുന്നത്.
and they have a personality contest called La Persona. അതിലൊരു ബോയ് ജയിക്കും ഗേൾ ജയിക്കും. മിസ്റ്റർ ലാഫെസ്റ്റ് ആൻഡ് മിസ് ലാഫെസ്റ്റ്. ആ പരിപാടിയിൽ ഒരു ഭയങ്കര എന്താ പറയുക ഹൈപ്ഡ് അപ്പ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആണ്. അപ്പം ഞാനത് ജയിച്ചായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ സാഷ് ഐ ഗോട്ട് ദാറ്റ് ഡേ, ലൈക്ക് മിസ് ലാഫെസ്റ്റ്. എൻ്റെ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്നായിരുന്നു അത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളതായിരുന്നില്ല ദാറ്റ് ഐ വുഡ് ആക്ച്വലി വിൻ എ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ്, ദാറ്റ് ഐ ക്യാൻ റിയലി സ്പീക്ക് എന്നൊക്കെ. കാരണം ഐ യൂസ് ടു ഡാൻസ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ ആൻഡ് ഐ തോട്ട് ദാറ്റ് വാസ് മൈ ഓൺലി കൾച്ചറൽ ആക്ടിവിറ്റി സ്കിൽ. അതിൽ കൂടുതൽ എനിക്കൊക്കെ സ്കൂളിൽ വല്ല സ്പീച്ച് അങ്ങനത്തെ ഇതൊക്കെ പറയുന്നല്ലാതെ എനിക്ക് അങ്ങനെ ഓവർ താല്പര്യം ഇല്ലായിരുന്നു ടുവേർഡ്സ് സ്പീക്കിംഗ്. ബിക്കോസ് ഫോർ സം റീസൺ ഐ തോട്ട് ദാറ്റ് കറണ്ട് അഫയേഴ്സിൽ വളരെ ഗ്രിപ്പ് അല്ലെങ്കിൽ ഐഡിയ ഉള്ള കുട്ടികളാണ് അങ്ങനെ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഐ വാസ് നോട്ട് വെരി ഗുഡ് ഇൻ കറണ്ട് അഫയേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. എനിക്ക് അങ്ങനെ ലോക വിവരമൊന്നും അങ്ങനെ എന്താ പറയുക അറിയാം കാര്യങ്ങൾ, പക്ഷേ അതിനെക്കുറിച്ച് വളരെ എന്താ പറയുക അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഐ തോട്ട് ഐ വാസ് നെവർ മെൻറ്റ് ഫോർ ഇറ്റ്. ബട്ട് കൾച്ചറൽ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് അല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. സോ അങ്ങനെ എനിക്ക് തന്നെ ഓക്കെ ഐ ഹാവ് ദി എബിലിറ്റി ടു സ്പീക്ക് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കി തന്ന ഒരു പബ്ലിക് വെന്യൂ ആയിരുന്നു ലാഫെസ്റ്റ്. ബിക്കോസ് ഇറ്റ് വാസ് എ ബിഗ് പ്രോഗ്രാം. ഐ വൺ ഫ്രം സം ഐ ഡോണ്ട് നോ ഒരു 70-80 കുട്ടികളിൽ നിന്നാണ് നമ്മൾ ജയിച്ചത്. സോ ഇറ്റ് വാസ് വെരി ഫാൻസി. അതാണ് ഈ സാഷ്. ഇതൊക്കെ എൻ്റെ ഉള്ള കാര്യം ഞാൻ തന്നെ മറന്നു. അടുത്ത സ്ഥാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു സേ ദിസ്. ഈ മിസ് ലാഫെസ്റ്റ് പോലെ മിസ്റ്റർ ലാഫെസ്റ്റ് പൃഥ്വിരാജൻ ജയിച്ചിട്ടുണ്ട് വെൻ ഹി വാസ് ഇൻ സ്കൂൾ ഫ്രം സൈനിക് സ്കൂൾ 11th and 12th 2 വർഷവും പുള്ളി ജയിച്ചിട്ടുണ്ട്. ആൻഡ് ഐ വൺ ഇറ്റ് ഇൻ 12th ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു ഷെയർ ദറ്റ് സിമിലാരിറ്റി വിത്ത് ഹിം. അടുത്തത് യെറ്റ് അനദർ വാളറ്റ്. ഇത് സ്കൂളിൽ എപ്പോഴോ ഉള്ളൊരു വാളറ്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്. ഞാൻ CA ക്യാപ്റ്റൻ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ് ക്യാപ്റ്റൻ 11th and 12th. അതിൻ്റെ ബാഡ്ജ്. ദിസ് ഈസ് മൈ ക്ലാസ് ക്യാപ്റ്റൻ ബാഡ്ജ് ഫ്രം 10th standard. ഐ വാസ് ഇൻ ബ്ലൂ ഹൗസ്. ഇത് ബ്ലൂ ഹൗസിൻ്റെ അല്ല കേട്ടോ, ബാഡ്ജ് ഇസ് ബ്ലൂ കളർ. ഇത് ഞാൻ ബ്ലൂ ഹൗസിലായിരുന്നു. അപ്പം ബ്ലൂ ഹൗസിൻ്റെ ബാഡ്ജ് ക്ലാസ് ക്യാപ്റ്റൻ 10B. അമ്മ നമുക്ക് എക്സ്ട്രാ ബാഡ്ജ് ഉണ്ടാക്കുമായിരുന്നു, കാരണം ഒരു ബാഡ്ജ് പോലും പോയാലോ എന്ന് വെച്ചിട്ട്. CA ക്യാപ്റ്റൻ്റെ ബാഡ്ജ് I have 2. കാരണം ചിലപ്പോൾ ബാഡ്ജസ് പൊട്ടിപ്പോവുമല്ലോ. സോ like an extra badge, and I think for the rest of this video I'll probably just have it. ഞാൻ CA ക്യാപ്റ്റൻ ആയിരുന്നത് കൊണ്ട് ഞാൻ ആ ബാഡ്ജ് വെച്ചായിരിക്കും the rest of the വീഡിയോയിൽ ഇരിക്കുന്നത്. ഇനിയുള്ളത് എൻ്റെ ലൈഫിലെ ഒരു പോയിന്റിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു, വിച്ച് വാസ് എ സ്റ്റിക്കർ ആൽബം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റിക്കേഴ്സ്. ഇതിലിപ്പോൾ കുറേ യൂസ് ചെയ്തു, കാരണം ഐ ഫെൽറ്റ് ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഇതിൽ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. സോ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്തു. ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് മൊത്തം ഇതിൻ്റെ അകത്ത് വെക്കും. ആൻഡ് സ്റ്റിക്കർ ആൽബം എന്ന് പറയുമ്പോൾ ഇത് ഒരു തരം മെറ്റീരിയലാണ്. നമ്മൾ സ്റ്റിക്കർ ഇതിൽ ഒട്ടിച്ചാൽ യു ക്യാൻ ജസ്റ്റ് റിമൂവ് ദ സ്റ്റിക്കർ. ആ സ്റ്റിക്കറിൻ്റെ ഗം പോകത്തില്ല. സോ സ്റ്റിക്കർ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാനുള്ള സമയത്ത് സ്റ്റിക്കറിനെ ജസ്റ്റ് പീൽ ഓഫ് ചെയ്തിട്ട് യു ക്യാൻ സ്റ്റിക്ക് ഇറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ സ്റ്റിക്കർ ആൽബം. സോ I used to have way too many stickers which I used to stick in it. നല്ല പലതും ഞാൻ ഉപയോഗിച്ചു. ഇത് ഫുൾ ആൽഫബറ്റ്സ്. ഇത് നമ്മളൊരു പോയിന്റിൽ ഹൈസ്കൂൾ മ്യൂസിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഷോയിൻ്റെ സാക് എഫ്രനും വാനസ ഹഡ്ജിൻസും ഉള്ള ആ ഷോയിൻ്റെ ഭയങ്കര ഫാൻസ് ആയിരുന്നു. അപ്പം and then I started collecting അതിൻ്റെ സ്റ്റിക്കേഴ്സ്. That's my sticker album. ഇനി അടുത്തത് കുറേ സ്ലാം ബുക്സ് ഉണ്ട്. ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ കുറച്ചൊരു സൈക്കോ ആയിരുന്നു. ലൈക്ക് എവറി ടൈം ഐ സീ എ ഗുഡ് സ്ലാം ബുക്ക് ഐ വുഡ് ബൈ ഇറ്റ്. ആൻഡ് സ്ലാം ബുക്കിൽ പലപ്പോഴും ഞാൻ സ്വന്തമായിട്ടും എഴുതാറുണ്ടായിരുന്നു. ലൈക്ക് ദാറ്റ് വാസ് നെവർ ദ പോയിന്റ് ഓഫ് എ സ്ലാം ബുക്ക്, ബട്ട് ഐ വാസ് സോ ക്രേസി ദാറ്റ് ഐ വുഡ് സംടൈംസ് റൈറ്റ് ഇൻ ദ സ്ലാം ബുക്ക് ജസ്റ്റ് എനിക്ക് തന്നെ എവ്രിബഡി കോൾസ് മീ അഹാന, ഐ എം പോപ്പുലർ ആസ് അഹാന. ചുമ്മാ യു ആർ എന്ന് നമ്മൾ ഒരാളെ കുറിച്ച് എഴുതണമല്ലോ, അത് ഞാൻ വെട്ടി ഐ ആം അഹാന ദ ഗ്രേറ്റ്. I got elated when my baby sister Hansika was born. All I want to do is be someone very popular and earn a lot of money. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയതാണ്. ഓക്കെ, ഐ സിങ് അലോങ് വിത്ത് എൻ്റെ കൽബിലെ വെണ്ണിലാമണി. എൻ്റെ അന്നത്തെ കുറേ ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് മൈ അതർ സ്ലാം ബുക്ക്. ഇത് വേറൊരു സ്ലാം ബുക്ക്. ബട്ട് ആസ് യു ക്യാൻ സീ മൈ സ്ലാം ബുക്സ് വർ ഓൾ റിയലി ബ്യൂട്ടിഫുൾ. ദ റിയ
ഷുഷോ റീ എഴുതിയിരിക്കുക. ഐ ഫീൽ യു ആർ എ നൈസ് ഫ്രണ്ട്, ഗുഡ് ഗേൾ, സംടൈംസ് വെരി അനോയിങ്. ദാറ്റ്സ് ഫണി. ആൻഡ് ഇതാണോ അത്? ഇതെന്താണ്? ഓക്കെ, ഇത് എൻ്റെ തന്നെ ഒരു ഡയറി ആയിരുന്നു. ഞാൻ എന്നെ തന്നെ കുറിച്ച് എഴുതുന്ന ഒരു ഡയറി. ഞാൻ വളരെ ക്രിയേറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെട്ടി ഒട്ടിച്ച് 2008 എഴുതിയതാണ് കേട്ടോ. Today our exams were over. We had a treat in our van. We collected some money, rupees 110, and bought Lay's, pastry, Mike and Pepsi, and lots of bubble gum. It was a very nice treat. And today our summer vacations have started. For me, school reopens on May 19th. Now my ambition has changed and I want to be an engineer. Endino vendi thocha sambar. Oh my god. ഞാൻ വളരെ ക്രിയേറ്റീവ് ആയിരുന്നു ഗൈസ്. സോ ഞാൻ എൻ്റെ ഒരു പണ്ടത്തെ ഒരു കഥ എഴുതിയതാണ്. അപ്പോൾ കഥ വെറുതെ എഴുതണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്നെ തന്നെ വെട്ടി, കാലില്ലാത്തതുകൊണ്ട് ഞാൻ ഷൂസ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ക്യൂട്ട് നോട്ട്ബുക്ക്. അടുത്തത് ഇസ് മൈ സ്കൂൾ ID കാർഡ്. ദിസ് ഇസ് ഫ്രം 11th സ്റ്റാൻഡേർഡ്. എൻ്റെ സ്കൂളിൻ്റെ ID കാർഡ്. പല പല ID കാർഡ് ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഇത് 10th ID card, ഇത് 11th ID card. Yeah, a couple of ID cards. Oh yeah, there's a bunch of ID cards actually. Cute. Okay, അടുത്തത് ഇത് എൻ്റെ സ്കൂൾ യൂണിഫോമിൻ്റെ ഷർട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പല സിനിമയിൽ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ നമ്മൾ കാണുന്നതല്ലേ. അതായത് ഈ ഷർട്ട് നമ്മൾ അന്ന് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയിട്ട് പിന്നെ നമുക്കിത് ആവശ്യമില്ലായിരിക്കും. എല്ലാ കുട്ടികളും അവരുടെ ഓരോ എഴുത്ത് ഇതിൻ്റെ ബാക്കിൽ എഴുതും. സോ യാ, ഇതെൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്തൊക്കെയോ എഴുതിയതാണ്. ഒരു സ്ലാം ബുക്കിൻ്റെ ഷർട്ട് വേർഷൻ. യാ, ഇതെന്താണ്? ഇതെന്തോ ഒരു സാഷ് ആയിരുന്നല്ലോ. മിസ് ബെസ്റ്റ് സ്മൈലോ? വെൻ ഡിഡ് ഐ വിൻ ഇറ്റ്? എനിക്ക് എപ്പോഴും കോളേജിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഐ വൺ സം ടൈറ്റിൽ കോൾഡ് മിസ് ബെസ്റ്റ് സ്മൈൽ. ദോ ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് എലിമെൻറ്റ് സ്മൈലാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അല്ലേ. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. ഐ മീൻ ഐ ഹാവ് എ ഡീസൻറ്റ് സ്മൈൽ, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എ ഗ്രേറ്റ് സ്മൈൽ. ബട്ട് എനിവേസ്, ഐ ഹാവ് വൺ എ സാഷ് കോൾഡ്, സം ടൈറ്റിൽ കോൾഡ് മിസ് ബെസ്റ്റ് സ്മൈൽ. വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയിട്ട് വന്നു. ബട്ട് യാ, ദിസ് ഇസ് സംതിങ് ഐ ഡോണ്ട് ഡിസേർവ്, ഐ തിങ്ക്. ഒരു പേപ്പർ. ഹൻസിക്കയാണോ? അയ്യോ, ഇത് അമ്മ എനിക്ക് വല്ലതും വാങ്ങിച്ചു തന്നതിൻ്റെ ആണോ? എപ്പോഴായിരുന്നത്? ഓക്കെ, ഏതോ ഒരു വർഷം, ഐ കാൺട്ട് റിമെമ്പർ വിച്ച് ഇയർ. ഐ തിങ്ക് അമ്മ ഒരു ബാഗ് 2 വർഷം. ഞാൻ യൂഷ്വലി ഒരു സ്കൂൾ ബാഗ് ഐ യൂസ് ടു യൂസ് ഇറ്റ് ഫോർ ലൈക്ക് 2-3 years. കാരണം ഇപ്പം നമുക്ക് ഒരു കുട്ടി മാത്രമാണെങ്കിൽ യു ക്യാൻ ലൈക്ക് എന്താ പറയുക, എല്ലാ വർഷവും പുതിയ ബാഗ് വാങ്ങാമല്ലോ. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് വെൻ ദർ ആർ 4 സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, റൈറ്റ്? ബിക്കോസ് യു ഹവ് ടു ബൈ 4 bags ആൻഡ് ദാറ്റ് ബിക്കംസ് പ്രിറ്റി എക്സ്പെൻസീവ്. അപ്പോൾ ഒരു ബാഗ് ചീത്തയായിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ഗുഡ് ടു യൂസ് ഇറ്റ്. അപ്പോൾ ഏതോ ഒരു വർഷം എനിക്ക് പുതിയ സ്കൂൾ ബാഗ്, ഞാൻ പറയാം, എനിക്കറിയത്തില്ല, 5th or 6th അങ്ങനത്തെ ഏതോ ഒരു വർഷം, കുറച്ചുകൂടി വലുതായിരുന്നു. ഓക്കെ, മേ ബി 8th or 9th or something like that. എനിക്ക് പുതിയ സ്കൂൾ ബാഗ് ആ വർഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ എനിക്ക് സ്കൂൾ തുറന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് വാങ്ങി തന്നു. അപ്പം ഞാനിങ്ങനെ എഴുതി വെച്ചു, താങ്ക് യു, ഐ നെവർ തോട്ട് യു വുഡ് ബൈ ഇറ്റ് ഫോർ മീ ടുഡേ. അപ്പോൾ അമ്മ, ഞാനാണ് ആദ്യം എഴുതിയത്, അപ്പോൾ അമ്മ ആ പേപ്പറിൻ്റെ ബാക്കിൽ എഴുതി, യു ആർ വെൽക്കം. When I saw your friends with new bags, I felt so sad for you. I want to buy the whole world for you, but God has to help. Love you. Okay, so, but I can't remember which bag it was. But ഇങ്ങനൊരു എപ്പിസോഡേ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മറന്നു പോയിരിക്കുകയായിരുന്നു. ബട്ട് ഞാൻ ഈ പേപ്പർ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് അത് ഞാൻ ഓർത്തത്. സോ യാ, അടുത്തത്, so I have these 2 files. This is one and this is one. ഈ 2 ഫയൽസിലായിരുന്നു എനിക്ക് പലരും തന്നിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് എല്ലാം സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത്.
Yeah, this file is from Style Plus and this file was 53 rupees. Yeah, so ഇതിൻ്റെ അകത്ത് just a lot of cute greeting cards and all of that. പണ്ടത്തെ ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ബാക്കിൽ എഴുതുന്നത് ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ. ഇത് ഋത്തിക തന്നെയാണ്. ദാറ്റ്സ് ഹർ ഹാൻഡ് റൈറ്റിംഗ്. സി ഋത്തിക, ഐ ജസ്റ്റ് നോ ഹർ ഹാൻഡ് റൈറ്റിംഗ്. യു ആർ ടു സ്വീറ്റ് ടു ബി ഫൊഗോട്ടൻ. പണ്ടത്തെ മറ്റേ യോയോ കോഡ് വേർഡ്. ഈ കാർഡിൽ പണ്ട് മ്യൂസിക് കേൾക്കുമായിരുന്നു ഇങ്ങനെ ആക്കുമ്പോൾ. ഇത് ഗീതു എന്ന് പറഞ്ഞൊരു കുട്ടി തന്നെ. സി ഇറ്റ് ഹാഡ് ദിസ് ഇലക്ട്രിക് തിങ്, ബട്ട് ഇപ്പം അത് വർക്ക് ചെയ്യത്തില്ല. പണ്ട് ഇത് ഇങ്ങനെ തുടങ്ങുമ്പോൾ മറ്റേ ആ പാട്ട് വരുമായിരുന്നു. അങ്ങനെ കുറേ കാർഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. So that is that. എൻ്റെ എന്താ പറയുക മെമ്മറി ബാഗ്. I just opened it in front of you. Basically, by doing so, I just opened a piece of my heart in front of you. എനിക്ക് ഭയങ്കര precious ആയിട്ടുള്ള സാധനങ്ങളാണ്. And when I say it, I know that I mean it. കാരണം കുറച്ചാൾ മുമ്പ് നമ്മൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്തപ്പം അൺഫോർച്ചുനേറ്റ്ലി യു നോ ഐ ലവ് മൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ഓൾസോ ദാറ്റ് ഗോട്ട് സ്റ്റോളൻ. എനിക്ക് ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോയപ്പോൾ ഇറ്റ് വാസ് സ്റ്റോളൻ. ഞാൻ അധികം ഡീറ്റെയിൽസ് പറയുന്നില്ല ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ഓൾ ഓവർ ദ ന്യൂസ് ആൻഡ് എവറിത്തിങ്. ബട്ട് എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഐ വാസ് എക്സ്ട്രീംലി സാഡ്. പക്ഷേ ഐ വാസ് ഏബിൾ ടു ഹോൾഡ് മൈ സെൽഫ്. കാരണം എനിക്കറിയാം ദാറ്റ് ഓക്കെ ഒത്തിരി വിലപിടിപ്പുള്ള കുറേ സാധനങ്ങളായിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് ജുവലറി വിച്ച് ഐ ഹവ് ബോട്ട് ഫ്രം എ ഷോപ്പ്. സോ എനിക്ക് കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്കത് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് റീമെയ്ഡ് അല്ലേ. ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും വെൻ ഐ ഹാവ് ദ മണി ഓർ വെൻ ഐ ഗെറ്റ് മണി ഓർ വെൻ ഐ ഹാവ് മണി അക്കോർഡിംഗ്ലി എപ്പോഴായിട്ട് ബ്രേക്ക് ആയിട്ട് എനിക്കതിനെ തിരിച്ച് പണിയിപ്പിക്കാം, തിരിച്ച് മേടിക്കാം. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ കേസ് വിത്ത് ദീസ് തിങ്സ് ദാറ്റ് ഐ ഷോഡ് യു. എനിക്ക് ഒരു 7-8 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ കളക്ട് ചെയ്ത സാധനങ്ങളാണ്. ഇറ്റ്സ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മൈ സ്കൂൾ ലൈഫ്, ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മൈ ഫ്രണ്ട്ഷിപ്സ്. ഇറ്റ്സ് മീ ഫ്രം ഇറ്റ്സ് ദ ജേർണി ഓഫ് മീ ഫ്രം ലൈക്ക് 8 years to 17-18 years. ആൻഡ് ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലല്ലേ ഐ വുഡ് ബി ബ്രോക്കൺ. അന്ന് ഈ വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ പോയി എന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് എടുത്താൽ ചിലപ്പോൾ ഇതിൻ്റെ വില ഒരു ഇൻസൈഡ് 10,000 rupees ആയിരിക്കും. അന്ന് എനിക്ക് പോയത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താ പറയുക, ഇതിൻ്റെ 10 ഇരട്ടി അല്ല, ഓൾമോസ്റ്റ് 100 times ഇതിനേക്കാൾ വില കൂടുതലുള്ള സാധനങ്ങളാണ് എനിക്ക് പോയത്. ബട്ട് എന്നാലും ഇമോഷണലി എനിക്ക് കൂടുതൽ വിലപിടിപ്പുണ്ടെന്ന് തോന്നുന്നത് ഈ സാധനങ്ങൾക്കാണ്. I can imagine losing that because I just lost something. But I cannot imagine, this ever being detached from me because this is me, this is a part of me. And ഇതെല്ലാം ഓരോ സമയങ്ങളിലായി ഓരോരുത്തർ തന്നതും എഴുതിയതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിനി നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനി സംഭവിക്കാനോ നമ്മുടെ ലൈഫിലേക്ക് വരാനോ പറ്റത്തില്ല. സോ ഇറ്റ്സ് എക്സ്ട്രീംലി പ്രഷ്യസ്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് എൻ്റെ ലൈഫിൽ one of the most meaningful, valuable, precious things that I hold so close to my heart. And I personally feel very proud of a small girl I was. That ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ലൈക്ക് ഇഫ് ഐ കുഡ് സീ മൈ ദാറ്റ് സ്മോൾ സെൽഫ്, നോ ഐ വിഷ് ടു ലൈക്ക് ഗിവ് ദ ചൈൽഡ് one hug and one kiss because I think it's extremely cute. I think ഭയങ്കര മീനിങ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് ഞാൻ കാണിച്ചത്. ഈച്ച് ആൻഡ് എവറി ലിറ്റിൽ തിങ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഓ വെയിറ്റ്, ഈ സൈഡിൽ മുടിയിടാം ബിക്കോസ് മൈ ബാഡ്ജ്. യാ, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് മൈ ലിറ്റിൽ സെൽഫ് ഡിഡ് ദാറ്റ്. കാരണം ഇതിൻ്റെ ഒരു വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇപ്പം നമുക്കൊരു ഡൾ ഡേ ഉള്ളപ്പോൾ ഇല്ലേ, ഇതൊന്ന് തുറന്ന് നോക്കി ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ആ വിഷമവും അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സൊക്കെ അങ്ങ് പോയി കിട്ടും. കാരണം ഇന്ന് നമ്മുടെ ലൈഫിൽ നമ്മളെ അലട്ടുന്ന എന്തെങ്കിലും ഒരു
താൽക്കാലിക പ്രശ്നമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ദാറ്റ് ആ ഒരു പ്രശ്നം മാത്രമല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന എത്രയോ കൂടുതൽ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. ബിക്കോസ് ദിസ് ഇസ് മൈ പാസ്റ്റ്, ദിസ് ഇസ് മൈ യുനോ, ഇതിലൂടെയൊക്കെ നടന്നല്ലേ ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. യാ, സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടി, ഐ എം സോ സോറി, ഐ കാൺ പെട്ടെന്ന് റിമെമ്പർ യുവർ നെയിം, പക്ഷെ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യാം. താങ്ക് യു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞതിന്. കാരണം എനിക്കും ഭയങ്കര ഒരു ഫൺ എനർജൈസിങ് പ്രോസസ്സായിരുന്നു ഇത്. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. യാ, ഐ എം ഹാപ്പി ബിക്കോസ് ഐ എം സറൗണ്ടഡ് ബൈ സോ മെനി തിങ്സ് ദാറ്റ് ഡിഫൈൻ മീ. അപ്പം ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന സ്വഭാവമുണ്ട്, ആൻഡ് ഇഫ് യു സ്റ്റിൽ ഹാവ് ഇറ്റ് വിത്ത് യു, കം ആൻഡ് ലെറ്റ് മീ നോ. ഐഡ് ലവ് ടു മീറ്റ് സം ഓഫ് യു ഹു ആർ സോ സിമിലർ ടു മീ. നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ മേ ബി നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോഴോ, ഇഫ് യു ഹാവ് യങ്ങർ സിബ്ലിങ്സ് ഓർ സംബഡി, യു ക്യാൻ ടെൽ ദം. പിന്നെ ഇപ്പം പണ്ടത്തെ പോലെ ഗ്രീറ്റിംഗ് കാർഡ്സും കാര്യങ്ങളും ഒന്നും ഇല്ല സൂക്ഷിച്ച് വെക്കാൻ, ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറയാം. ബിക്കോസ് അറ്റ് വൺ പോയിന്റ് ഇൻ ദിയർ ലൈഫ് ഇറ്റ്സ് ഗോയിങ് ടു mean so much to them. Yeah, so that's that. If you like this video, ആക്ച്വലി നിങ്ങൾ പണ്ടൊന്നും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നും വേണമെങ്കിൽ സൂക്ഷിച്ച് വെച്ച് തുടങ്ങാം. കാരണം നിങ്ങളുടെ ഇന്നത്തെ പ്രസൻറ്റ് നിങ്ങളുടെ നാളത്തെ പാസ്റ്റ് അല്ലേ. നിങ്ങൾ ഇന്ന് ഇടുന്ന ഡ്രസ്സ് ഒരു 25 വർഷം കഴിയുമ്പോൾ ഭയങ്കര ആധുനിക വസ്തുവായിരിക്കും. സോ യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് കുറച്ച് കീപ് സേക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വാട്ട് ആർ വി, കുറേ നമ്മുടെ ലൈഫിലെ നല്ല മൊമെൻറ്റ്സും നല്ല മെമ്മറീസും നല്ലതും മോശവുമായിട്ടുള്ള മൊമെൻറ്റ്സും മെമ്മറീസും ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു സ്ട്രിങ് അല്ലേ നമ്മൾ. യാ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, കീപ് കളക്ടിങ് moments and you can start today also.